മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇരിഞ്ചയത്തെ പ്രദേശവാസികൾ മറ്റൊരു അപകടത്തിനു കൂടി സാക്ഷികളായിരുന്നു. പൂവച്ചൽ സ്വദേശി നിയാസ് എന്ന ബൈക്ക് യാത്രക്കാരനാണ് ഇരിഞ്ചയത്ത് നിന്ന് 300 മീറ്റർ അകലെ മേലെമുക്കിൽ അപകടത്തിൽപ്പെട്ടത്. വാഹനാപകടങ്ങൾ ഈ പ്രദേശത്ത് തുടർക്കഥയാണെന്നും നാട്ടുകാർ പറയുന്നു. വെമ്പായത്തേക്ക് പോകുന്ന വഴിയാണിത്. കുണ്ടും കുഴിയും ഒന്നുമില്ലെന്ന് പറഞ്ഞ് വേഗത്തിൽ പോകാൻ വരട്ടെ. ദാ ഇതുപോലെ ജീവൻ കവരാൻ നിരവധി അപകടക്കെണികൾ പതുങ്ങിയിരിപ്പുണ്ട് ഈ വഴിയിൽ. കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് 49 പേരുമായി യാത്ര തിരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നതിന് മണിക്കൂറുകൾ മുൻപ് മറ്റൊരപകടം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇരിഞ്ചയത്ത് നിന്ന് 300 മീറ്റർ മാറി മേലെമുക്കിൽ പൂവച്ചൽ സ്വദേശിയായ നിയാസാണ് അപകടത്തിൽപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. രക്ഷപ്പെട്ടതാകട്ടെ തലനാരിഴയ്ക്കും. വെമ്പായത്ത് നിന്ന് നമ്മൾ നെടുമങ്ങാട് പോകുന്ന റോഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു കട്ടിംഗ് ആണ്. ആ കട്ടിങ്ങിലോട്ട് ഇറങ്ങിപ്പോയ ഫുള്ള് ചരളമാണ്, കട്ടറായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ അതിനകത്ത് വീണിട്ട് ആക്സിഡന്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് റൈറ്റ് സൈഡിലോട്ട് കയറി, കട്ടിങ് നല്ല റോഡിലോട്ട് കയറിയതും അവിടെ നിന്ന് സ്കിഡായി നേരെ വീണതാണ്. വീണിട്ട് ഇന്നോവയുടെ അടുത്തോട്ട് പോയി. ഇന്നോവക്കാരൻ നേരത്തെ അത് ശ്രദ്ധിച്ചിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയതുകൊണ്ട് പ്രശ്നം പറ്റില്ല. നേരെ ഞാൻ ഒരഞ്ഞ് നേരെ പോയി ഇന്നോവയുടെ അടിയിലാണ് പോയി നിന്നത്. ഈ റോഡിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് മേലെമുക്ക് നിവാസികളോട് ചോദിച്ചാൽ ദാ ഇങ്ങനെ അപകടങ്ങളുടെ ഒരു തുടർക്കഥ തന്നെ അവർ പറയും. ഒരു ദിവസം 2-3 അപകടം ഉണ്ടാവാറുണ്ട്. കൂടുതലും 2 വീലേഴ്സ് ആണ്. ആ കുഴിയാണ്, അതൊക്കെ കാണാൻ പറ്റത്തില്ല. സ്പീഡിന് വന്നിട്ട് ആ കുഴി ചെന്ന് വീഴുക. ബോർഡ് ഒരു ആൾക്കാർക്ക് അറിയാവുന്ന ബോർഡ് വെച്ചിരുന്നെങ്കിൽ അവർ സ്ലോ ചെയ്ത് പോകും. അറിയാൻ പറ്റില്ല, നല്ല സ്ട്രൈറ്റ് ആയിട്ട് കുഴി. ആട്ടോ താഴെ പോയി, ഒരു ബൈക്കിൽ ഒരാൾ താഴെ വീണു. ഇതെല്ലാം നമ്മൾ തൊട്ടടുത്ത് വണ്ടി ഓടിക്കുന്ന സ്റ്റാൻഡുള്ളത് ഓട്ടോ സ്റ്റാൻഡ് ഡ്രൈവർമാരാ. നാടിനെ ഞെട്ടിച്ച ഒരു അപകടം കൂടി കൺമുന്നിൽ വന്നു പോകുമ്പോൾ ഉടൻ ഈ റോഡിന്റെ പണി കൃത്യമായി പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.